ഫ്രണ്ട്സ്, എന്താ വിശേഷം? ഇന്ന് നമ്മുടെ കിച്ചണിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഗ്രേവി, അല്ലെങ്കിൽ നമ്മൾ കൊങ്കൺ സൈഡിൽ പറയുന്ന ഒരു ചെമ്മീൻ സാലൻ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കൊങ്കണി സ്റ്റൈലിലാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംപെർഫെക്റ്റ്ലി ഡെലീഷ്യസ്. അപ്പോൾ ഇത് ചെമ്മീൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തുടങ്ങാം. ഇവിടെ ഞാനൊരു പാനിനകത്ത് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കുറച്ച് കടുകും, ഒരു 3 തൊട്ട് 4 വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ഹാഫല്ല ഒരു ചെറിയ സൈസിലെ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനെ ഒന്ന് സോട്ടേ ചെയ്യുക. ഒരു 5 മിനിറ്റ് സോട്ടേ ചെയ്താൽ മതി. അതിൻ്റെ കളറൊന്നും നമുക്ക് മാറ്റണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൊമാറ്റോ നല്ലപോലെ കുക്ക് ചെയ്യുക. അതിനകത്തിട്ടിട്ട് ഒരു 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ടൊമാറ്റോ നല്ലപോലെ കുക്കാവണം, നല്ലപോലെ മഷിയാവണം, ഫുൾ അഡ്ജസ്റ്റ് ആവണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അഡ്ജസ്റ്റ് ആവുന്ന മാതിരി തന്നെ ഫുൾ അഡ്ജസ്റ്റ് ആവണം. അപ്പോൾ അത് നല്ലപോലെ അഡ്ജസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പൗഡേർഡ് മസാല ഇടാം. പൗഡേർഡ് മസാലയ്ക്കകത്ത് നമ്മൾ അതിനകത്ത് കുറച്ച് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്, കാശ്മീരി ചില്ലി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഞാനിവിടെ ഫിഷ് മസാല യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ ഫിഷ് മസാലയാണ്. ഫിഷ് മസാല എൻ്റെ കുറച്ച് സ്പൈസിയാണ്, അതുകൊണ്ട് ഞാനൊരു 1 ടീസ്പൂൺ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്പൈസ് ലെവൽ എത്ര വേണോ അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ നമുക്കിതിനെ നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യണം കേട്ടോ. ഒരു 5-10 മിനിറ്റ് നല്ലപോലെ കുക്ക് ചെയ്യണം. ടൊമാറ്റോ ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സായി നല്ല മഷിയായിട്ട് വരണം. എണ്ണയൊക്കെ ഒന്ന് പ്രോപ്പർ സെപ്പറേറ്റ് ആയിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഹീറോ എടുത്തിടാം. നമ്മുടെ പ്രോൺസ്, നല്ല ഫ്രഷ് പ്രോൺസ്. ഞാനൊരു 250 ഗ്രാം പ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് നല്ലപോലെ സോട്ട് ചെയ്യണം. എന്നാലേ അതിൻ്റെ മസാലയുടെ ഫ്ലേവറൊക്കെ അതിനകത്തേക്ക് മിക്സായി വരത്തുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ കൊങ്കൺ സ്റ്റൈലിൽ ഞങ്ങൾ മാക്സിമം ഒരു ലിക്വിഡി കൺസിസ്റ്റൻസിയിൽ കുറച്ച് വെള്ളമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം. ഇത് കുറച്ച് ഒരുപാട് തിക്കല്ല. നമ്മളിത് കൂടുതൽ യൂസ് ചെയ്യുന്നത് റൈസിൻ്റെ കൂടെയും, പിന്നെ ഈ യെല്ലോ റൈസ് ഉണ്ടാക്കത്തില്ലേ, കിച്ചടി എന്ന് പറയുന്നതിന് ബോംബെ സൈഡിലൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ കഴിക്കുന്ന ഒരു സംഭവം ഇത്. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഇത്ര ലിക്വിഡി കൺസിസ്റ്റൻസി വേണ്ട, കുറച്ച് തിക്കായിട്ടാണെങ്കിൽ അത്ര വെള്ളം ഒഴിക്കേണ്ട. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോ ഞങ്ങളുടെ വീട്ടിൽ എപ്പോൾ കറി ഉണ്ടാക്കിയാലും മാക്സിമം കറിക്കകത്ത് പൊട്ടാറ്റോ ഉണ്ട്. ബോംബെ സൈഡിൽ മാക്സിമം കഴിക്കുന്ന ഒരു സംഭവമാണ് ഇത് പൊട്ടാറ്റോസ്. അപ്പോൾ ഈ പ്രോൺസ് ഗ്രേവിക്കകത്ത് ഞങ്ങൾ പൊട്ടാറ്റോസ് വലിയ ക്യൂബ്സായിട്ട് ഇടുന്നത്. പക്ഷേ പൊട്ടാറ്റോസ് ഇട്ട് കഴിഞ്ഞാലേ ഒരു അടിപൊളി ഫ്ലേവറാണ്. ആ പൊട്ടാറ്റോയ്ക്കകത്തും ഈ പ്രോൺസിൻ്റെയും മസാലയുടെ ഒക്കെ ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിതിനകത്ത് കുറച്ച് ഡ്രൈഡ് മാംഗോസ് ആയിട്ട് കൊടുക്കുന്നത്. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ ഇടാം, അല്ലെങ്കിൽ നമുക്ക് പുളിയുടെ വെള്ളമോ പിന്നെ അല്ലെങ്കിൽ പിഴുപുളിയോ, പിന്നെ ബോംബെ സൈഡിലൊക്കെ യൂസ് ചെയ്യുന്ന കൊക്കം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ആ ഒരു ടാങ്കിനെസ്സിന് വേണ്ടി ഇടാം. ഒരു 15 മിനിറ്റ് ഞാനത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രോൺസ് നല്ലപോലെ കുക്കായിട്ടുണ്ട്, പൊട്ടാറ്റോസ് നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ച് കൊറിയൻഡർ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കൺസിസ്റ്റൻസിലാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് കുറച്ചും കൂടെ തിക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് അത് ഒരു 5-10 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ കൊങ്കൺ സ്റ്റൈൽ പ്രോൺസ് ഗ്രേവി റെഡിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഫോളോ, കമൻറ്റ്, ഷെയർ ചെയ്യുക. അപ്പോൾ ഈസി റെസിപ്പീസിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.